UDF ചർച്ചകളെ പൂർണ്ണമായും തള്ളി ജോസ് കെ മാണി. ഇടതുമുന്നണിക്കുള്ള പിന്തുണ വീണ്ടും ആവർത്തിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ജോസ് കെ മാണിക്കായി വല വിരിച്ച VD സതീശിന്റെയും അടൂർ പ്രകാശിന്റെയും നീക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി. ജോസ് കെ മാണിയുടെ പിന്തുണ മധ്യ കേരളത്തിലെ ക്രൈസ്തവ മേഖലകളിൽ ഇടതുപക്ഷത്തിന് തുണയായി മാറും. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ എത്ര തിരിച്ചടികൾ ഉണ്ടായാലും UDFന് സമാശ്വാസമേകുന്ന മേഖലയാണ് മധ്യ കേരളത്തിൻ്റേത്. കോൺഗ്രസിനും ഘടക കക്ഷികൾക്കും ഈ മേഖലയിലുള്ള വേരോട്ടം തകർക്കാൻ ഇടത് കക്ഷികൾക്ക് കഴിഞ്ഞിരുന്നതുമില്ല. എന്നാൽ എറണാകുളത്തും പരിസര പ്രദേശങ്ങളിലും ഇന്നത്തെ സ്ഥിതി ഇതല്ല. മധ്യ കേരളത്തിലെ പല സ്ഥലങ്ങളിലും UDFന്റെ ശക്തി ചോർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് സമയത്ത് എറണാകുളത്ത് UDFനേറ്റത് കനത്ത തിരിച്ചടിയാണ്. അന്ന് 31 സീറ്റ് നേടിയ UDFനെ ഞെട്ടിച്ചത് 33 സീറ്റ് നേടിയ ഇടതുപക്ഷത്തിന്റെ തേരോട്ടം തന്നെയാണ്. ഈ അലയൊലി വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്നെത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടത് കേന്ദ്രങ്ങൾ ഉള്ളത്. ഈ ഒരു ആത്മവിശ്വാസം LDFന് നൽകുന്ന പ്രധാന ഘടകം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണ തന്നെയാണ്. പ്രലോഭനങ്ങൾ അവഗണിച്ച് ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ഉറപ്പ് ഇടതണികളിൽ പകരുന്ന ആത്മവിശ്വാസം വളരെ വലുത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശിന്റെ തട്ടകമായ മധ്യ കേരളത്തിൽ കരുത്ത് പുനഃസ്ഥാപിക്കുക എന്നത് UDFന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഏത് വിധേനയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDFൽ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഘടക കക്ഷികൾക്കിടയിൽ ശക്തമായത്. ജോസ് കെ മാണിയോട് കടുത്ത എതിർപ്പുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എതിർപ്പുകൾ ഉയർത്തിയെങ്കിലും UDF നേതൃത്വം അത് അംഗീകരിച്ചിരുന്നില്ല. ഈ ആവശ്യവുമായി UDF കൺവീനർ അടൂർ പ്രകാശ് മാണി കോൺഗ്രസ് നേതാക്കളുമായി ഒട്ടേറെ ചർച്ചകളും നടത്തിയിരുന്നു. എന്നാൽ അത്തരം നീക്കങ്ങളൊന്നും വിജയകരമായില്ലെന്ന് മാത്രമല്ല, തങ്ങൾ ഇടതുപക്ഷത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ തിരിച്ച് UDFൽ എത്തിക്കാൻ അതീവ വിദഗ്ധ നീക്കമാണ് VD സതീശൻ നടത്തിയത്. ജോസ് കെ മാണിയുടെ പിൻബലമുണ്ടെങ്കിൽ ത്രിതല പോരാട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് VD സതീശന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ സതീശന്റെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് CPM നേതൃത്വം നേരത്തെ തന്നെ പ്രതിരോധ നീക്കങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു. മാണി കോൺഗ്രസ് ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളും അവർക്ക് നൽകി UDFന്റെ നീക്കത്തെ അതിശക്തമായി തന്നെ ഇടത് കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തു. കൊല്ലം കോർപ്പറേഷൻ പോലെയുള്ള ചില ഇടങ്ങളിൽ മാത്രമാണ് മാണി വിഭാഗവുമായി ചെറിയ ചില തർക്കങ്ങൾ LDFൽ നിലനിൽക്കുന്നത്. അതും വൈകാതെ പരിഹരിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. UDF നീക്കങ്ങളെ പൂർണ്ണമായും തള്ളി LDFൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും തങ്ങൾ ഹാപ്പിയാണെന്നും ജോസ് കെ മാണി പ്രഖ്യാപിക്കാൻ ഇടയായ സാഹചര്യം ഇതായിരുന്നു. UDFലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് രാഷ്ട്രീയം ശക്തമാകുന്നതിൽ കോൺഗ്രസ് നേതൃത്വം കടുത്ത ആശങ്കയിലാണ്. അതുകൊണ്ടാണ് ഏത് വിധേനയും ജോസ് കെ മാണിയെയും കൂട്ടരെയും UDFൽ എത്തിക്കാൻ കോൺഗ്രസ് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ അതെല്ലാം പാളിപ്പോവുകയാണ് ഉണ്ടായത്. കേരള കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള കോട്ടയം, ഇടുക്കി ജില്ലകൾക്ക് പുറമെ എറണാകുളം, തൃശൂർ പോലെയുള്ള ക്രൈസ്തവ ശക്തി കേന്ദ്രങ്ങളിലും ജോസ് കെ മാണിയുടെ പിന്തുണ ഇടതുപക്ഷത്തിന് വലിയ ഗുണമായി മാറുമെന്നത് ഉറപ്പാണ്. ഏറെക്കാലമായി UDFനൊപ്പം നിന്നിരുന്ന പരമ്പരാഗത ക്രൈസ്തവ വോട്ട് ബാങ്കുകളിൽ ഇക്കുറി ഭിന്നിപ്പ് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. ഈ കേന്ദ്രങ്ങളിലേക്കുള്ള BJPയുടെ കടന്നുവരവ് അത്യന്തം ആശങ്കയോടെയാണ് ഇടത് വലത് മുന്നണികൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടത് ചേരിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന ജോസ് കെ മാണിയുടെ പ്രഖ്യാപനം ഇടത് കേന്ദ്രങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് പകർന്നു നൽകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അത്യധികം രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉള്ളത്. അതുകൊണ്ടുകൂടിയാണ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ വ്യക്തമാക്കി ജോസ് കെ മാണി രംഗത്ത് വന്നത് കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയ കാൽവെപ്പായി ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുന്നത്.